തന്നെയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി ചർച്ചകളാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ WCC രംഗത്തെത്തിയിരിക്കുകയാണ്. WCCയുടെ നിലപാടുകളെ പലരും വിമർശിക്കുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ WCC ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പരാതിയും കൊടുത്തു ചാനലിനെതിരെ. കാരണം ഇവരുടെ സ്വകാര്യതകളെ പുറത്തുവിട്ടു. നേരത്തെ തന്നെ ഇത് പുറത്തേക്ക് വിടണമെന്ന് ആവശ്യമുയർന്നപ്പോൾ മൊഴി കൊടുത്തവരുടെ സ്വകാര്യതകളെ മാനിക്കണമെന്ന് WCCയിലെ പലരും ആവശ്യപ്പെട്ടിരുന്നു. അവർ മൊഴി കൊടുത്ത ആൾക്കാരുടെ പേര് പുറത്ത് പറയരുത് ഇങ്ങനെ. അപ്പം ഈ റിപ്പോർട്ടർ ചാനൽ ഈ സ്ത്രീകളെ സംരക്ഷിക്കാനെന്നും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും എന്ന രീതിയിൽ ഈ മൊഴി നൽകിയവരെ കുറിച്ചുള്ള വിവരണങ്ങൾ പുറത്തുവിട്ടു എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ WCC മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലോകത്തോട് തന്നെ ഞാനാണ് അതിജീവിത എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞ് സ്വന്തം മുഖം ലോകത്തോട് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അതിജീവിതയുടെ പുറകിലാണ് ഈ WCCയുടെ രൂപം കൊള്ളൽ തന്നെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ പേരുകൾ ഇവർ ഇത്രയ്ക്ക് ഒളിക്കണം എന്ന് പറയുമ്പോൾ ഇവർ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത് എന്തിനാണ്? ആരെയാണ് ഇവർ ഇത്ര ഭയപ്പെടുന്നത്? അതാണ് ഞാൻ എൻ്റെ ചോദ്യം. ഇവരാരെയാണ് ഭയക്കുന്നത്? ശരി, സ്വകാര്യത എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരു നാണക്കേടും ബുദ്ധിമുട്ടും നമുക്കുണ്ടാക്കും. അല്ല, ഈ അതിജീവിതയ്ക്ക് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഒരു നാണക്കേടോ ഒരു കരുതലോ ഇവർക്കാരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൽ നിന്ന് WCC എപ്പോഴും ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് അവരുടെ പല പെരുമാറ്റങ്ങളും പല തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും. ഈ സിദ്ദിഖിനെതിരെ ഒരു ഇര രംഗത്തെത്തിയിരുന്നു. അവർ പറഞ്ഞ പല കാര്യങ്ങളും സത്യത്തിൽ നമ്മളെ തന്നെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. കാരണം മാസ്റ്റർബേഷൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും ഈ പീഡിപ്പിച്ച കാര്യമൊക്കെ ആണെങ്കിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ നമുക്ക് വളരെ സങ്കടം തോന്നി. അത്തരം കാര്യങ്ങൾ പലപ്പോഴും അത് ഇര വന്ന് പറഞ്ഞതുകൊണ്ട് WCC വഴിയോ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പരാതിയോ ഒന്നുമല്ല. അവർക്ക് ഇത് ഈ റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സ്വയം പരിഹാരമോ നീതിയോ എന്നതിലുപരി എല്ലാവരും ഇതെല്ലാം അറിയണം എന്ന ഒരു ഉദ്ദേശത്തോടെ സ്വയം എന്ന് പറഞ്ഞത്. പുറമെ നല്ല മനുഷ്യനാണെന്ന് പറയുന്ന ചിലരുടെ മുഖം മൂടി വലിച്ചു കീറി അത് യഥാർത്ഥ ഇരകൾ, ഉടായിപ്പ് ഇരകളല്ല, യഥാർത്ഥ ഇരകൾ രംഗത്തെത്തി വന്ന് പറഞ്ഞു. അപ്പൊ അവരത് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ സത്യത്തിൽ അവരനുഭവിച്ച വേദനകൾ നമുക്ക് വലിയ രീതിയിൽ വിഷമമുണ്ടാക്കി. അത്തരം കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വകാര്യത മാനിക്കണം എന്ന് പറയുന്നത് ശരിയാണ്. അത് റേറ്റിങ്ങിന് വേണ്ടി അതിനെ വലിച്ചു വാരി പുറത്തിട്ട് അലക്കി അത് കുറേ ട്രോളുകളിലേക്ക് വന്ന് ഒരാളുടെ സ്വകാര്യത ഇല്ലായ്മ ചെയ്യുന്നത്. കാരണം അവർക്ക് ആളെ പറയാൻ എന്തിന് WCC ഭയക്കുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഭയക്കുകയാണെങ്കിൽ ഈ സംഘടന കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇത് വെറുതെ ആളുകളെ കണ്ണിൽ പൊടിയിടാനുണ്ടാക്കിയ ഒരു സംഘടന. അങ്ങനെയാണെങ്കിൽ അവർ അതിജീവിതയുടെ കൂടെയും നിൽക്കുന്നില്ല. അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾക്ക് മാത്രം, അവരുടെ താല്പര്യം ദിലീപാണ്, ദിലീപിനെ ഒതുക്കുക എന്നുള്ളതാണ്. അതിനെ ജീവിതത്തെ കൂടെ കൂട്ടുപിടിച്ചു. അതിന്റെ പേരിൽ ഒരു സംഘടന തുടങ്ങി. അല്ലാതെ WCC ഇപ്പൊ പാർവതി തിരുവോത്ത് പറയുന്നു ഞാൻ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരിലൂടെ ഇവർക്ക് ഈ ഒരു നിലയും വിലയും ഉള്ളിടത്ത് അവർ പറയുന്ന വാക്കുകൾക്ക് അത്രയും വാല്യൂ കിട്ടും. അവർ തിരിച്ചറിയേണ്ട നടിമാരെന്ന് വിളിച്ചപ്പോൾ പിന്നെ എന്തോ ഒലിച്ചു പോയവർക്ക് പിന്നെ ആളെ പേര് പറയാൻ എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? അല്ല, ഇവർക്കിനി നാളെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും നാളെ സാധാരണ പറയില്ലേ നാളെയും അവരുടെ മുഖത്ത് നോക്കേണ്ടതാണ് എന്ന് പൊതുവെ പറയില്ലേ? അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇവർക്ക് ഈ ആരോപിതരായ ആൾക്കാരെ കൊണ്ട് ഇവർക്ക് ഇനി ഭാവിയിലും അവസരങ്ങൾ കിട്ടണ്ടേ? ഇനി അവസരങ്ങൾ സിനിമയിൽ അഭിനയിക്കണ്ടേ? ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പാർവതി തിരുവോത്ത് പറഞ്ഞു എന്റെ അവസരങ്ങളൊക്കെ ഇതുവഴിയാണ് പോയത്, അല്ല എന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതായത് ഇപ്പോൾ കമ്മിറ്റിക്ക് മുമ്പിൽ ഒരു പ്രമുഖ നടനെതിരെ ഒരു നടി നൽകിയ മൊഴി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന പരാമർശിക്കപ്പെട്ട ചാനൽ വാർത്ത കൊടുത്തതെന്ന്. അത് തിങ്കളാഴ്ച രാവിലെയാണ് ഈ വാർത്ത പുറത്തു വിട്ടതെന്നും സ്വകാര്യ ഭാഗങ്ങളിൽ പലതവണ സ്പർശിച്ചു എന്നും പ്രതിരോധിക്കാനുള്ള ശ്രമം വിഫലമായു എന്നുമാണ് ആ വാർത്തയിലെ പരാമർശം. ഇപ്പം നമ്മളായാലും ഈ ചാനലുകൾ എന്താ ചെയ്യുന്നത്? കിട്ടുന്ന റിപ്പോർട്ടുകൾ പറഞ്ഞതായിട്ട് ഇതിൽ പറയുന്നില്ല. പറയാൻ സാധ്യതയില്ല. അവർ പറയുമോ? പറയില്ല. ഒരു ചർച്ചയിൽ അതായത് സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് നടനെതിരെ പറയാൻ വന്ന ആ സ്ത്രീയുടെ മുഖം അവർ മറച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? മറച്ചെന്നും പറഞ്ഞ അവരിറങ്ങിപ്പോയി. അവർ ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അവർ എന്തായാലും ആ നടിയുടെ പേര് പറഞ്ഞു കാണാൻ വഴിയില്ല. ഇപ്പൊ നടിയുടെ പേരും പറയാൻ പാടില്ല, നടന്റെ പേരും പറയാൻ പാടില്ലെന്നാണോ ഇപ്പൊ ഈ WCC അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്? WCC അംഗങ്ങൾ പറയുന്നത് പീഡിപ്പിക്കാം, പീഡനമേറ്റു, ശരി, പീഡിപ്പിക്കാമെന്നല്ല, പീഡനമേറ്റു, അത് ശരി. പക്ഷേ എങ്ങനെ പീഡിപ്പിച്ചു എന്ന് നിങ്ങൾ പറയൂ, പക്ഷെ ആര് പീഡിപ്പിച്ചു എന്ന് നിങ്ങൾ പറയരുത്. അതെന്ത് ന്യായമാണ്? അത് പിന്നീട് അവസരങ്ങൾ ഉണ്ടാവില്ല.
എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്ന് നിങ്ങൾ തുറന്ന് പറയൂ, അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ആരാണ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവസരം ഉണ്ടാവില്ല. ഇത്രയും വലിയ ബോൾഡാണ്, പേരൊക്കെ മാറ്റി ഭയങ്കര പുരോഗമന ചിന്താഗതിക്കാരനാണ്, ഇത്ര കമ്മൽ വിട്ട് ഇത്ര പൊട്ടം വെച്ച് ഒക്കെ വന്ന പാർവതി തിരുവോത്ത് എന്തുകൊണ്ട് പാർവതി തിരുവോത്തിനെ അബ്യൂസ് ചെയ്ത ആളിൻ്റെ പേര് പറയുന്നില്ല? അതായത് ഇവർ കരുതുന്നത് ഈ കൊടുത്ത മൊഴി പുറത്തു വരുമ്പോൾ ഈ ആരോപിതനായവരും ആരോപിക്കപ്പെട്ടവരുടെയും സാഹചര്യങ്ങളും ഈ ഇന്ന സ്ഥലത്ത് വെച്ചായിരുന്നു, ഈ കാലത്തായിരുന്നു, ആ വർഷവും മാസവും ഇന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ജനം തിരിച്ചറിയണ്ടേ? ജനങ്ങളുടെ മുന്നിൽ അവരുടെ ആ പൊയ്മുഖം വലിച്ച് തീർച്ചയായിട്ടേ. ഇരയുടെ സ്വകാര്യത എപ്പോഴും അത് മാനിക്കണം നമ്മൾ. ആരാണ് അത് ചെയ്തത് ആരാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പുറത്തു വരേണ്ടത് തന്നെ. ഇപ്പൊ ചെയ്ത ആളിന്റെ പേര് പുറത്തു വിടാൻ ഇപ്പൊ വേട്ടക്കാരന്റെ പുറത്തെ പേര് എപ്പോഴും ഈ ഇടയായിട്ട് വരുന്നത് വേട്ടക്കാരന്റെ പേരും ഒളിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അതെ, നമ്മളിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് റിമ കല്ലിങ്കലിനെതിരെ ആഷിക് കപൂറിനെതിരെയും വലിയ, പിന്നെ അതെന്തായി? ഒന്നുമായി അതിനെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടക്കുക. ഇടത് സഹയാത്രികരായതുകൊണ്ട് അവർക്കെതിരെ വലിയ വാർത്തകൾ വരാൻ സാധ്യതയില്ല. അവർക്കെതിരെ അന്വേഷണങ്ങൾ കണ്ണിൽ പൊടിയിടാനായി ഒരു അന്വേഷണം നടത്തും, അത്ര തന്നെയാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഇരയുടെ പേരും വേട്ടക്കാരന്റെ പേരും പറയാത്തിടത്തോളം കാലം അവർ ആ സ്വകാര്യതയെ, പിന്നെ ഇനി ആ വർഷവും ആ സമയവും ആ സിനിമയും ഒക്കെ പറയുമ്പോൾ അത് ചെയ്തവനും പീഡിപ്പിക്കപ്പെട്ട ഇരയ്ക്കും ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഓരോ ചാനലിന് റേറ്റിംഗ് ഇല്ലേ ചേച്ചി? റേറ്റിംഗ് അനുസരിച്ചല്ലേ അവർ കാര്യങ്ങൾ കൊണ്ട്. ഹേമ കമ്മിറ്റിയിൽ ഇക്ലി കഥകൾ വച്ച് റിപ്പോർട്ടർ ചാനൽ എന്തുമാത്രം പൈസകൾ ഉണ്ടാക്കി, എന്തുമാത്രം വ്യൂസിനെ ഉണ്ടാക്കി, എന്തുമാത്രം ആളുകളെ അവരിൽ. ഇപ്പോൾ ദുരന്തം വരുമ്പോൾ എല്ലാവരും പറയുന്നത് റിപ്പോർട്ടർ വയ്ക്കും, അതിലാണ് സത്യസന്ധതയുള്ളതെന്ന്. ഒരു ദുരന്തം വരുമ്പോൾ അത്തരത്തിലേക്ക് ആളുകൾ അത്തരത്തിലേക്ക് മാറിയിരിക്കുന്നു ആളുകൾ എന്നുള്ളതാണ്. പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമായിരുന്നു ജനങ്ങളുടെ ഏക വിശ്വസ്ത സ്ഥാപനം. ഇപ്പോൾ അവിടെ നിന്നൊക്കെ മാറി 24ലേക്ക് റിപ്പോർട്ടറിലേക്കും ഒക്കെ പോയി. ഇവർ വ്യൂസിന് വേണ്ടിയിട്ട് അതിജീവിതയുടെ പേര് പറയുമ്പോൾ ഇവിടെ വേട്ടക്കാരൻ്റെ പേര് പറയുന്നു, ഇവിടെ വേട്ടക്കാരൻ്റെ പേര് പറയുമ്പോൾ അവിടെ എവിടെയാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത് അതിലേക്ക് പോകുന്നു. WCC അംഗത്തിന് റിപ്പോർട്ടറിനെ എന്നല്ല ആരെ പറയാനുള്ള യോഗ്യതയില്ല. WCC അംഗങ്ങൾ ആദ്യം അവർക്ക് നേരിട്ട അനുഭവങ്ങൾ, അവരൊക്കൊപ്പമുള്ളവർക്ക് നേരിടുന്ന അനുഭവങ്ങൾ ആരിൽ നിന്നാണ് എന്ന് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നത് വരെ ഈ സംഘടന കൊണ്ട് ഒരു പ്രയോജനം ഇവിടുത്തെ സ്ത്രീകൾക്കുണ്ടാകില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. കുറേ ചാനലുകളിലെ ഇൻ്റർവ്യൂകളിലിരുന്ന് കുറേ കടിച്ചാപ്പൊട്ടാത്ത വാക്കുകൾ പറയാം, മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകാം എന്നതിനൊക്കെ അപ്പുറം WCC സംഘടന കൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നീതി കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നുണ്ട് എങ്കിൽ അതിജീവിത ആ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറി അവർ ഉയർത്തെഴുന്നേറ്റ് വന്ന് അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ അവർ പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ കിട്ടാൻ പോകുന്നത് അവർക്ക് സംഭവിച്ചത്. അത് WCCയുടെ കഴിവുകൊണ്ടല്ല. അതിജീവിത വിളിച്ചു പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങൾ 5-6 പേര് ചേർന്ന് ഒരു സംഘടന തുടങ്ങി, പിന്നെ കുറേ നമുക്ക് പറ്റാത്ത കുറേ നടന്മാരെ കുറച്ച് 10 പറയാം എന്ന് വിചാരിച്ച് കൊതിയും നുണയും പറയാൻ വേണ്ടി തുടങ്ങിയ ഒരു സംഘടന. അത് മാത്രമാണ്. അങ്ങനെയാണ് WCC ഇപ്പൊ ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. അതായത് താങ്കൾ നിയോഗിച്ച ഹേമ കമ്മിറ്റി മുൻപാകെ സിനിമയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ നൽകിയ മൊഴികൾ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നതോടെ കോടതി ഉത്തരവ് പോലും ലംഘിച്ച് റിപ്പോർട്ടർ ചാനലിലൂടെ നിരുത്തരവാദപരമായ മാധ്യമ വിചാരണകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഈ ആശങ്ക പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ താങ്കളെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചത്. എന്നാൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ സ്വകാര്യത മാനിച്ച് പുറത്തുവിടരുത് എന്ന് ഹേമ കമ്മിറ്റിയും സർക്കാരും കോടതിയും തീരുമാനിച്ച ഏറ്റവും സ്വകാര്യമായ മൊഴികൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൂടെ എത്തുന്നത് കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ സംശയാസ്പദമാക്കിയിരിക്കുന്നു. പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴി കൊടുത്തവർ ആരാണെന്ന് പുറം ലോകത്തിന് തിരിച്ചറിയാൻ പാകത്തിലാണ്. അപ്പോൾ ഇവർ ഭയപ്പെടുന്നുണ്ടോ ഈ മൊഴി കൊടുത്തവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുമെന്നോ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നോ ഇവർ ആശങ്ക പ്രകടിപ്പിക്കുന്നതാണോ ഇത്? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മുകേഷിനെതിരെ ഒരു ആരോപണവുമായി ഒരു ഇര രംഗത്ത് വന്നു. അപ്പോൾ മുകേഷ് അതിനെ തിരിച്ച് കൃത്യമായി, കാരണം രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ടെന്ന് മുകേഷ് കോടതിയിൽ പറഞ്ഞു. അപ്പോൾ അത് പൊളിഞ്ഞ് പാളിസായി. അപ്പോൾ ഇതുപോലെ പിന്നെ ഉഭയസമ്മത കക്ഷി പ്രകാരം പോയിട്ടുണ്ട്, അവസാനം നീ മാത്രമാണ് തെറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ തെളിവ് അവരിലുണ്ടാവും. അപ്പോൾ അതും കൂടി ഒരു ഭയപ്പാടിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ ഈ ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ അവർ തന്നെ സംശയത്തിന്റെ നിലയിൽ സ്വയം നിൽക്കുകയാണ്. അപ്പൊ ജനങ്ങൾ ഇതെല്ലാം കണ്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നതും അവർ പറയുന്നതും എല്ലാം കണ്ട് വിലയിരുത്തുന്നുണ്ട്. വെറുതെ ഒരാൾ പറയുന്നത് കേൾക്കാൻ മാത്രം അത്ര വിദ്യകളല്ല. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, WCC പിരിച്ചുവിട്ടിട്ട് മര്യാദയ്ക്ക്
സിനിമയിൽ അഭിനയിച്ച് വീടുകളിൽ പോവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.